അത്തിപ്പഴമാണ്. മനസ്സിലായോ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പിന്നെ കുരു പോക്കേണ്ട ആവശ്യമില്ല. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറിച്ചാൽ തിന്നാൻ പറ്റും. ഇതിൻ്റെ വിറ്റാമിൻസുള്ള കാരണം. പിന്നെ ഒന്ന് ഒരു ഇമ്പോർട്ടൻ്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനലുണ്ട്, ഡ്യൂപ്ലിയുണ്ട്. രണ്ട് സൈസുണ്ട്. പിന്നെ ഡ്യൂപ്ലിയാണ് നമ്മളിവിടെ കാണുന്ന ഇങ്ങനെ വിശാലമായിട്ട് തണലിന് വേണ്ടി ഞാൻ കുറിച്ചത്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നമുക്ക് തരും. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇല കണ്ടാൽ ഇലക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇലക്ക് ഇങ്ങനെ മുറിവുള്ള ഇതാണ് ഒറിജിനൽ. മറ്റേ ഇല അങ്ങ് റൗണ്ടായി ഈ വിടവ് ഉണ്ടാവില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വിടവ് ഇതാക്കുന്ന ഇതും അത് തന്നെയാണ്. നനച്ചുണ്ടാക്കിയാണ്. നനച്ചുണ്ടാക്കിയതാണ്. ഇത് നമ്മളെ അതാണ് മാങ്കോസ്റ്റി. മാങ്കോസ്റ്റി ആയി. പിന്നെ പയറ് വെച്ചിട്ടുണ്ട്, തക്കാളി ഉണ്ട്, നല്ല ഒട്ടമാവിൻ്റെ തൈയുണ്ട്. പിന്നെ നഗര ക്ഷീരമുണ്ട്. അടിപൊളിയാക്കാന്ന് വിചാരിച്ചത്. അതൊക്കെ സമൂസകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊന്ന് പേടിക്കണ്ട. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളെ സ്വന്തം അത് പ്രത്യേകിച്ച് ഇതാണ് ശ്രദ്ധിക്കുന്നത്. ഇതാണ് അത്തീനി വസ്തുന്ന അത്തിപ്പഴമാണിത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ വാങ്ങിയിട്ട് നല്ല പൈസ കൊടുക്കണം. ഇതിൻ്റെ ഡൂപ്ലി തരുന്നത് ശ്രദ്ധിക്കണം. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഈ പഴം നല്ല ടേസ്റ്റ്, നല്ല വിറ്റാമിൻസുള്ള സാധനമാണ്. വരുന്നുണ്ട്. നിങ്ങളെ പേരെന്തായിരുന്നു? പേര് MKC റഷീദ്. എന്തിനടിച്ചൊക്കെ കിട്ടും. ഓക്കെ.